അപ്പോസ്തലപ്രവൃത്തി അതിന്റെ 16-ാം അധ്യായം 13-ഉം 14-ഉം വേദഭാഗങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ശബ്ബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു അവിടെ കൂടിവന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അങ്ങനെ ലിഡിയയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ വിശ്വാസി എന്നുള്ള നിലയിൽ പൗലോസിന്റെ പ്രസംഗം കേട്ട് പിന്നീട് അവളും കുടുംബവും സ്നാനമേറ്റുകയും പൗലോസും കൂട്ടരും അവളുടെ വീട്ടിൽ ആതിഥേയത്വം സ്വീകരിക്കുന്നതൊക്കെ ആയിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ ലിഡിയയെ പൗലോസ് കണ്ടുമുട്ടിയ ആ പുഴക്കടവാണ് ഈ കാണുന്നത്. ഗാഞ്ചറ്റീസ് എന്നാണ് ഈ നദി അറിയപ്പെടുന്നത്. ആ നദിയുടെ തീരത്ത് വെച്ചാണ് പൗലോസ് അവരോട് സംസാരിക്കുകയും ആ നിലയിൽ മാനസിക പരിവർത്തനം ഉണ്ടാവുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയൊക്കെ ചെയ്തത്. അവളുടെ നാമത്തിൽ അല്ലെങ്കിൽ ലുദിയയുടെ നാമത്തിൽ ഇവിടെ ഒരു പള്ളിയുണ്ട്. കാണുന്നതാണ് ആ പള്ളി. തീർത്ഥാടകരൊക്കെ ഇവിടെ കടന്നു വരികയും ആ നിലയിൽ ഇവിടെ കണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യുന്നത് സാധാരണമാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴുകുന്ന ഒരു നദിയാണ് ഈ പറയുന്ന നദി. അതിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പൗലോസിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഫിലിപ്പിയ പട്ടണത്തിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഇത് ഈ നദീതീരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വളരെ അധികമില്ലാത്തൊരു സ്ഥലത്താണ് ഫിലിപ്പിയ പട്ടണവും. അവിടെ പൗലോസ് വരികയും അവിടെ നടന്ന വിവിധമായ പ്രതിസന്ധികളും കാരാഗ്രഹത്തിൽ തന്നെ അടക്കിയ ചെയ്തതും ഒക്കെ നാം പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്നതാണ്. ആ സംഭവങ്ങളൊക്കെ നടന്ന ചുറ്റുപാടുമാണ് ഈ കാണുന്നത്. വളരെയധികം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശമായിട്ട് ഇത് കാണുവാൻ ഇടയായി തീർന്നു. വളരെയധികം സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ആ പള്ളിക്കുള്ളിൽ കയറി ആ പള്ളിക്കുള്ളിലെ പല വിശേഷങ്ങളും ചിത്രപ്പണികളും അതുപോലെ തന്നെ പെയിന്റിങ്ങും മറ്റും കാണുവാൻ ഇടയായി തീർന്നു. ലിഡിയയുടെ എന്ന് പറയപ്പെടുന്ന മനോഹരമായ ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഗൈഡ് ഞങ്ങൾക്ക് ചിത്രങ്ങളും മൊസൈക്കുകളും അതിൻ്റെ പണികളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ്. പല നിലയിലുള്ള ആർട്ട് വർക്കുകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് പലരെയും സ്നാനപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നടന്ന വിവിധമായ അത്ഭുത പ്രവൃത്തികളുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ കാര്യമായിട്ടാണ് അതിരിക്കുന്നത്. ലിഡിയയുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ആ നിലയിൽ നല്ല സമയം ചെലവഴിച്ച് മടങ്ങി വരുവാൻ ദൈവം ഞങ്ങളെ ഇടവരുത്തി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.